ആന്റോ വി എൻ വാസവൻ ഈ മണ്ഡലത്തിൽ എത്തുന്ന സമയത്ത് സ്വർണ്ണക്കൊള്ള ഇങ്ങനെ തിളച്ചു മറിയുന്ന സമയമാണ്. പക്ഷേ അതൊന്നും ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്തില്ലെന്നുള്ളതാണ് വി എൻ വാസവനുമായി സംസാരിക്കുമ്പോഴും വി എൻ വാസവൻ പറയുന്നത്. അതിനും അപ്പുറത്തുള്ള വികസനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനകത്ത് എങ്ങനെയാണ് ഉത്തരവാദിയാവുന്നത് 2019 നടന്ന കൊള്ളയ്ക്കെന്നുള്ളതാണ് വി എൻ വാസവൻ പറയുന്നത്. എൻ ഡി എ സ്ഥാനാർത്ഥിയും പറയുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ കാര്യം കൗതുകം കൂടിയാണ്. ഇന്ത്യ അവിടെ ആദ്യം നിർത്താൻ വെച്ച സ്ഥാനാർത്ഥിക്ക് ആ മണ്ഡലത്തിൽ വോട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പിന്നീട് ആതിരയിലേക്ക് പോകുന്നത്. അല്ല, ഈ ഏറ്റുമാനൂരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട കാരണം യു ഡി എഫ് അനുകൂല ട്രെൻഡ് വീശിയാൽ പോലും വലിയ രീതിയിൽ ബാധിക്കാത്തൊരു മണ്ഡലം കൂടിയാണ് അതും കൂടെ. കാരണം എന്താണ്, ന്യൂനപക്ഷ വോട്ട് വളരെ കുറവാണ്. മുസ്ലിം ന്യൂനപക്ഷ വോട്ട് 5% താഴെ മാത്രമേ ഉള്ളൂ. 30% വോട്ടാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുള്ളത്. അത് സിറിയൻ ക്രിസ്ത്യൻ വോട്ടുകളാണ് ഉള്ളത്. പക്ഷേ സിറിയൻ ക്രിസ്ത്യനുകളായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് ഈ പറഞ്ഞ വാസവൻ എന്ന് പറയുന്നത്. അതിനേക്കാളും അപ്പുറം 30% നായർ വോട്ടുള്ള ഒരു മണ്ഡലമാണ്. 30% നായർ വോട്ട് എന്ന് പറഞ്ഞാൽ അതായത് സുകുമാരൻ നായരുമായിട്ടും നായർ സമുദായമായിട്ടും ഇത്രത്തോളം ബന്ധമുള്ള ഒരു LDF നേതാവ് തന്നെ ഇല്ല. കാരണം അതിൻ്റെ അകത്തൊരു കൂടുതൽ 75% വോട്ട് കൂടുതൽ LDF കിട്ടേണ്ട ഒരു മണ്ഡലം കൂടിയാണ്. അപ്പം ഇത് രണ്ടും കൂടെ നോക്കുന്ന സമയത്ത് ഒരു വലിയ ശക്തമായ മത്സരം നടന്നാൽ പോലും, അല്ലെങ്കിൽ കേരളത്തിൽ UDF അനുകൂല ട്രെൻഡ് ഉണ്ടായാൽ പോലും വലിയ രീതിയിൽ ബാധിക്കാത്ത കോട്ടയത്തെ ഒരു മണ്ഡലം കൂടിയാണ് ഏറ്റുമാനൂർ എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ സംബന്ധിച്ചിടത്തോളം അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ വി എൻ വാസവനെതിരെ ശത്രുക്കളില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ശബരിമല ഏറ്റവും കൂടുതൽ ഉന്നയിച്ച BJPക്ക് അവിടെ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളത് വേറെ ഒരു കാര്യം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഏക കോൺഗ്രസിന് അനുകൂല കാര്യം എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായി ഈ കൈപ്പത്തിക്ക് ചിഹ്നമില്ലാത്തൊരു സ്ഥലത്ത് ഒരു കൈപ്പത്തി സ്ഥാനാർത്ഥി വന്നു എന്നുള്ളത് മാത്രമാണ്. അതുമാത്രമല്ല, നാട്ടിക സുരേഷിനെ മാറ്റി, നാട്ടിക സുരേഷ് വരുന്നത് ജോസഫ് വാഴക്കിനെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ മാറ്റിയിട്ടാണെന്നും കൂടെ ഓർക്കണം. അപ്പം കോൺഗ്രസിന് കേരളത്തിൽ ക്രിസ്ത്യൻ അനുകൂല ട്രെൻഡ് ഉണ്ടാവും എന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ ഗുണം എവിടെ ഉണ്ടാവത്തില്ല, ഏറ്റുമാനൂരിൽ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. അപ്പം ഏറ്റുമാനൂരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം വി എൻ വാസവൻ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന മന്ത്രിമാരിൽ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ വീണ ജോർജിൻ്റെ അത്രയൊന്നും വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 100% പോലും മത്സരം തോന്നുന്നില്ല ഈ മണ്ഡലത്തിൽ. മാത്രമല്ല, ഏറ്റുമാനൂരിൽ വി എൻ വാസവൻ മിനിസ്റ്റർ ആയിരുന്ന 2 വകുപ്പുകൾ നോക്കും. ഒന്ന് സഹകരണ വകുപ്പ് അല്ലേ, മറ്റൊന്ന് തുറമുഖ വകുപ്പ്, മറ്റൊന്ന് ദേവസ്വം വകുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട 3 വകുപ്പുകളാണ്. അതിൽ സഹകരണ വകുപ്പിൻ്റെ ക്രൈസിസ് മുഴുവൻ ഒറ്റയ്ക്ക് അദ്ദേഹം മാനേജ് ചെയ്തിട്ടുണ്ട്. കരുവന്നൂരിലെ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. ശ്രദ്ധിച്ചില്ലേ നമ്മൾ? കരുവന്നൂർ വിഷയം ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. ആ സമയമാകുമ്പോഴേക്കും സഹകരണത്തിന്റെ കൺസോർഷ്യം രൂപീകരിച്ച് സഹകരണ സംഘ മേഖലയെ കെട്ടിപ്പിടിക്കാൻ നിയമസഭാ സമയത്ത് ശബരിമല തന്നെ ചർച്ചയായിട്ടില്ല. അതെ, ശബരിമലയും ചർച്ച ചെയ്തിട്ടില്ല. ആ മണ്ഡലത്തിൽ ശബരിമല ആ അർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ കോൺഗ്രസിന് ഭയമായിരുന്നു. കാര്യം ഒരു ഭാഗത്ത് നേരത്തെ സ്മൃതി പറഞ്ഞ പോലെ ഇന്ത്യ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു ശബരിമലയൊന്നും ഇവിടെ ചർച്ചയായിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, അവിടെ കുറെ സോഫ്റ്റ് ഫാക്ടേഴ്സ് വി എൻ വാസവൻ അനുകൂലമായിട്ടുണ്ട് എന്നുള്ളതാണ്.